ഹലോ ഫ്രണ്ട്സ്, 2024 ഹിന്ദിയിൽ പുറത്തിറങ്ങിയ തേരി ബധൂൻ മെയിൻ ഐസ ഉച്ച ജിയ എന്ന് പറയുന്ന അടിപൊളി ഒരു മൂവിയുടെ എക്സ്പ്ലനേഷനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു നല്ല റൊമാൻറ്റിക്കും ഒക്കെ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു മൂവി കൂടിയാണിത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായകനായ ആര്യൻ അവൻ്റെ റൂമിൽ കിടക്കുകയാണ്. അവൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ അവിടേക്ക് വന്നിട്ട് ഒരു ഡോക്യുമെൻറ്റിൽ അവൻ്റെ തമ്പ് ഇംപ്രഷൻ എടുക്കുകയാണ്. എന്നിട്ട് അവരുടെ ബാക്കി ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവരുടെ കൂടെ അവരുടെ പ്ലാൻ സക്സസ് ആയി എന്ന് പറയുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് ഇവരെല്ലാവരും നിർബന്ധിച്ചിട്ടും നമ്മുടെ ഹീറോ ഒരു വിവാഹത്തിന് സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇവരെല്ലാവരും പ്ലാൻ ചെയ്തിട്ട് അവൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റിൽ അവൻ അറിയാതെ തന്നെ അവനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുകയായിരുന്നു. അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആര്യൻ എഴുന്നേറ്റ് വന്നപ്പോൾ ഇവരെല്ലാവരോട് കണ്ട് അവൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ ഒരു ചർച്ച നടക്കുന്നതെന്ന്. അത് കേട്ടപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്, നിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം. നീ കല്യാണം കഴിച്ച പെൺകുട്ടിയാണ് ഈ ഇരിക്കുന്നതെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവനൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അവൻ ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, ഇവർ പറയുന്നൊന്നും കേൾക്കണ്ട, എനിക്ക് ഈ മാരേജിനൊന്നും ഒട്ടും താല്പര്യമില്ലെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ പെൺകുട്ടി ആകട്ടെ വളരെ നാണത്തോടു കൂടി അവൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അവനാണെങ്കിൽ അവളുടെ പിന്നാലെയും പോയി അവളുടെ മുഖം കാണാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സമ്മതിക്കാതെ ആ കുട്ടി കൈതട്ടി മാറ്റുകയാണ്. എന്നാൽ അവൻ തലയിലെ തുണി മാറ്റുന്ന സമയത്ത് അതൊരു റോബോട്ടാണ്. പെട്ടെന്ന് അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. അവനൊരു സ്വപ്നം കണ്ടിരിക്കുകയാണ്. ആര്യനൊരു റോബോട്ടിക് എഞ്ചിനീയറാണ്. അവൻ്റെ വീട്ടുകാർ കുറേ ആയിട്ട് അവൻ ഈ കല്യാണത്തിനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവനാകട്ടെ ഒരു പെൺകുട്ടിയോടും താല്പര്യം തോന്നിയിരുന്നില്ല. അവൻ വർക്ക് ചെയ്യുന്നത് മുംബൈയിലെ ഒരു ഓഫീസിലാണ്. അവൻ്റെ ഫാമിലിയെല്ലാം ഡൽഹിയിലാണ് ഉള്ളത്. അവൻ്റെ ഓഫീസിൽ പല ഗേൾസും അവനെ ലൈൻ അടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരെ എല്ലാവരെയും ഇവൻ നൈസായിട്ട് ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. ആര്യൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് മോണ്ടിയാണ്. മോണ്ടിയും സെയിം കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഒരു റോബോട്ടിക്കിൻ്റെ ഡെയിലി ലൈഫിൽ എങ്ങനെയെല്ലാം യൂസ് ചെയ്യാമെന്നുള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റിസർച്ചാണ് ആര്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു ബോസ് വന്ന് മീറ്റിങ്ങിൽ വരുന്നുണ്ട്. യു.എസിലെ അവരുടെ ബോസാകട്ടെ ടെക്നോളജിയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പോൾ ഒരു മീറ്റിംഗ് ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഊർമിള എന്നായിരുന്നു ആ ലേഡിയുടെ പേര്. ഊർമിള അവരുടെ ബോസ് മാത്രമായിരുന്നില്ല കേട്ടോ, നമ്മുടെ ആര്യൻ്റെ ആൻറ്റി കൂടിയായിരുന്നു ഊർമിള എന്ന് പറയുന്നത്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആര്യനോട് ഊർമിള പറയുന്നുണ്ട്, തൻ്റെ ഒരു പുതിയ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നീ പെട്ടെന്ന് യു.എസിലേക്ക് വരണമെന്നൊക്കെ പറയുന്നുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ആൻറ്റി ഇങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ ആൻറ്റി കാണാൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആര്യൻ കുറച്ച് എക്സൈറ്റഡ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അവൻ പെട്ടെന്ന് യു.എസിലേക്ക് പുറപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവിടെ ചെന്ന് ആൻറ്റിയുടെ കമ്പനിയൊക്കെ കണ്ടപ്പോൾ അവൻ ഒത്തിരി അധികം ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ടെക്നോളജീസിൻ്റെ ഒക്കെ വേറെ ലെവൽ തന്നെയായിരുന്നു. അവിടെയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത് റോബോട്ടൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ അവർ പുതിയതായിട്ട് രൂപീകരിച്ച കുറേ കാര്യങ്ങളൊക്കെ അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ആര്യനാണെങ്കിൽ അങ്ങനെ കമ്പനിയൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻറ്റി പറയുന്നുണ്ട്, ഇനി ഫ്യൂച്ചറിൽ എനിക്ക് മക്കളൊന്നും ഇല്ലല്ലോ, നീ ആയിരിക്കും ഇതൊക്കെ നോക്കി നടത്തേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൻറ്റി അവനോട് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആൻറ്റി പറയുകയാണ്, ഇനി ഒരു കാര്യം ചെയ്യും, നീ ഇപ്പം വീട്ടിലേക്ക് പോയിക്കോളാനായിട്ട് പറയുന്നുണ്ട്. അവിടെ ആണെങ്കിൽ നിന്നെ നോക്കാനായിട്ട് ഒരാളുണ്ട് എന്നൊക്കെ പറയാണ്. കുറച്ച് ദിവസത്തേക്ക് അവരിവിടെ കാണില്ല എന്ന് പറയുന്നുണ്ട്. നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരാളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആര്യനാകട്ടെ എന്താണ് തൻ്റെ ഇവിടുത്തെ വർക്കെന്നൊന്നും അവർ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. ആൻറ്റി ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്നാൽ ആൻറ്റി നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, മൈൻഡ് ചെയ്യേണ്ട, ജസ്റ്റ് ഇവിടെ ഒരു ചില്ല് ചെയ്ത് നടക്ക് എന്ന് അവനോട് പറയുന്നുണ്ട്. നിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മാനേജറായ സിഫ്രയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. അവൾ നിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് നോക്കുമെന്നും ആൻറ്റി പറയുന്നുണ്ട്. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് ബെൽജിയത്തിലേക്ക് ഞാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. ആര്യനാകട്ടെ നേരെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തിയതും വാതിൽ തുറന്നത് നമ്മുടെ കഥയിലെ നായികയായ സിഫ്രയായിരുന്നു. ആര്യനെ കണ്ട ഉടൻ തന്നെ സിഫ്ര അവനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇത് കേട്ടപ്പോൾ ആര്യന് ചോദിക്കുന്നതൊക്കെ, നീ ഹിന്ദിയിലാണല്ലോ, നിനക്ക് ഹിന്ദി അറിയാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഹിന്ദി മാത്രമല്ല എല്ലാ ഭാഷയും അറിയാമെന്ന് സിഫ്ര പറയുമ്പോൾ ആര്യൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ്, നീ വല്ല ട്രാൻസ്ലേറ്റർ ആയിരുന്നോ ഇതിനു മുന്നേ എന്നൊക്കെ ആര്യൻ ചോദിക്കുന്നുണ്ട്. അല്ല, ഇതാണ് എൻ്റെ ആദ്യത്തെ ജോലിയെന്ന് അവൾ പറയുന്നു. അവൻ്റെ റൂം കാണിച്ചു കൊടുത്ത ശേഷം സിഫ്ര അവനോട് പറയുന്നു, നീ ഫ്രഷായിട്ട് വരാനായിട്ട്. അവൻ കുളിച്ച് ഫ്രഷായിട്ട് വന്നപ്പോഴേക്കും അവൻ്റെ ബാഗിലൊക്കെ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം പക്ക നീറ്റായിട്ട് അവിടെ എടുത്ത് അടുക്കി വെച്ചേക്കുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ആര്യന് വളരെയധികം അത്ഭുതം തോന്നുകയാണ്. പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവൾ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ ഇഷ്ടപ്പെട്ട ഫുഡാണ് അവൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിനക്ക് ഇന്ത്യൻ ഫുഡെല്ലാം ഉണ്ടാക്കാൻ ഇത്ര നന്നായിട്ട് അറിയാമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എല്ലാ ഫുഡും ഉണ്ടാക്കാൻ അറിയാമെന്നായിരുന്നു അവളുടെ മറുപടി. രാത്രി കിടക്കാൻ നേരം അവനോട് ഗുഡ് നൈറ്റും പറഞ്ഞാണ് സിഫ്ര പോകുന്നത്. പിറ്റേന്ന് രാവിലെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആര്യൻ്റെ അടുത്തേക്ക് സിഫ്ര വന്ന് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി ഊർമിള ബുക്ക് ചെയ്ത ബൈക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ വർക്കൗട്ട് ആരംഭിക്കുമ്പോഴാണ് അവിടെ അവൻ വെച്ച ഒരു വെയിറ്റ് അവളൊരു പ്രയാസവുമില്ലാതെ എടുത്ത് മാറ്റി വെക്കുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്.
അപ്പോൾ അവൾ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡിയാണെന്നുള്ള കാര്യമൊക്കെ അവന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അവൾ പോകുമ്പോൾ ആരും പറയുന്നുണ്ട്, ഇതെന്തായാലും താൻ ഫ്രീ ആണ്, നമുക്ക് ബൈക്കിലൊന്ന് കറങ്ങാൻ പോയാലോ എന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട്. ഓക്കെ എന്ന് അവൾ പറയുന്നുണ്ട്. താൻ എന്താവശ്യപ്പെട്ടാലും അവൾ ഒരു കാര്യത്തിലും നോ പറയുന്നില്ല എന്നുള്ള കാര്യം അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടെ യാത്ര ചെയ്യുമ്പോൾ സിഫ്രയോട് അവൻ ചോദിക്കുകയാണ്, നിനക്ക് സ്പീഡ് വളരെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് സ്പീഡ് ഒരു പ്രശ്നമല്ല എന്ന് പറയുന്നുണ്ട്. അവനാണെങ്കിൽ ഓവർ സ്പീഡിൽ പോകുന്നുണ്ട്. ആദ്യമായിട്ടാണ് പിന്നിൽ ഒരാളെ ഇരുത്തിയിട്ട് അവൻ ഇത്രയും സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളോട് ഇംപ്രസ് കൂടുതൽ സംസാരിക്കുന്ന സമയത്ത് അവനൊരു കാര്യം മനസ്സിലായി. അവൾ സംസാരിക്കുന്നത് ഡിക്ഷണറിയിൽ പറയുന്ന പോലുള്ള വാക്കുകളൊക്കെ തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് ഉമ്മ വെക്കുക എന്നൊക്കെ പറയത്തില്ലേ, അവളാണെങ്കിൽ അതിന് പറയുന്നത് ചുംബിക്കുക എന്നൊക്കെയാണ്. നീ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഷോർട്ടാക്കി സംസാരിച്ചപ്പോരെ, എങ്കിൽ നീ എനിക്ക് ഇതെല്ലാം പഠിപ്പിച്ചതായെന്നാണ് സിഫ്ര പറയുന്നത്. അങ്ങനെ അവൻ സിഗരറ്റ് വലിക്കുകയാണ്. അത് കാണുമ്പം അവളും അത് വാങ്ങിച്ചു വലിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രയാസവും ഇല്ലാതെ അവൾ വലിക്കുന്നത് കണ്ടിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, നീ ഇതിനു മുമ്പ് വലിച്ചിട്ടുണ്ടോ എന്ന് ഉള്ള കാര്യം. ഇല്ല, എനിക്കിത് ഫസ്റ്റ് ടൈം ആണെന്ന് അവൾ പറയുന്നുണ്ട്. ഫസ്റ്റ് ടൈമായിട്ട് ഒരാൾ വലിച്ചു കഴിഞ്ഞാൽ ചുമയ്ക്കുമെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നാൽ എനിക്ക് അതൊന്നും തന്നെ ഉണ്ടാകില്ല എന്നാണ് സിഫ്ര പറയുന്നത്. അങ്ങനെ അവൻ അവളോട് ചോദിക്കുകയാണ്, നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന്. എന്നാൽ ഇല്ല എന്ന് അവൾ പറയുന്നുണ്ട്. ശരി, നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയുള്ള ആളായിരിക്കണം എന്നൊക്കെയാണ് നീ ആഗ്രഹിക്കുന്നത് ചോദിക്കുന്നുണ്ട്. ഉടനെ അവൾ നേരെ നമ്മുടെ ആര്യൻ്റെ കുറേ ക്യാരക്ടേഴ്സൊക്കെ പറയുകയാണ്. അപ്പോൾ അവൻ്റെ ക്വാളിഫിക്കേഷൻസൊക്കെ കേൾക്കുമ്പോൾ അവന് വളരെയധികം അതിൽ ഇമ്പ്രസ് ആവുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ചിട്ട് അവർ ചുംബിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ അവിടെ വെച്ചിട്ട് പ്രണയത്തിലാവുകയാണ്. അന്ന് രാത്രി അവർ റൊമാൻസിലൊക്കെ ഏർപ്പെടുകയും സെക്സിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുകയാണ്. എല്ലാം കഴിഞ്ഞ ശേഷം ആര്യൻ അവളോട് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ ആണോ എന്ന്. ഞാൻ ഓക്കെ ആണെന്നും ഇതെൻ്റെ ഫസ്റ്റ് ടൈം ആണെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. വളരെയധികം ഇഷ്ടമായുള്ളത് കാര്യമൊക്കെ അവൾ പറയുമ്പോൾ അവളുടെ ഓരോ മറുപടിയും അവൻ വളരെയധികം ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം അവളോട് ഗുഡ് നൈറ്റും പറഞ്ഞ് അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ആര്യം ചോദിക്കുകയാണ്, അപ്പോൾ എവിടെയൊക്കെ പോകുന്നു ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, എൻ്റെ ബാറ്ററി ലോ ആയിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നിന്നെ ഞാനിപ്പോൾ ചാർജാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ റൊമാൻസിൽ ഏർപ്പെടുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ സിഫ്രയ്ക്ക് വേണ്ടിയിട്ട് ആര്യൻ ഫുഡൊക്കെ അങ്ങനെ ഉണ്ടാക്കുകയാണ്. ഈ സമയത്തേക്ക് അവൻ്റെ ആൻറ്റി അവിടേക്ക് വരുന്നുണ്ട്. അവൻ കുക്ക് ചെയ്യുന്നത് കണ്ടിട്ട് സിഫ്ര എവിടെയെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അവൾ ഇന്നലെ ഒരുപാട് ടയേർഡായിട്ടാണ് കിടന്നത്, അതുകൊണ്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടാകുമെന്ന് അവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് സംശയം തോന്നുന്ന ആൻറ്റി അവളെ അവിടെയൊക്കെ തിരയുകയാണ്. എന്നാൽ സിഫ്രയുടെ റൂമിലേക്ക് പോകുമ്പോൾ അവളെ അവിടെയൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. അവൾ എവിടെയെന്ന് പിന്നെ അവർ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ആര്യം കിടന്ന് പരിഭ്രമിക്കുന്ന കണ്ടിട്ട് അവർക്ക് എന്തോ ഡൗട്ട് തോന്നുകയാണ്. അങ്ങനെ ആൻറ്റി ആകട്ടെ അവൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അവൻ തടയാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അവർ റൂമിൽ കയറി അവിടെയുള്ള കാഴ്ച കണ്ട് ആൻറ്റിക്ക് തലേന്ന് എന്താണ് അവിടെ നടന്നതെന്നുള്ള കാര്യമൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയാണ്. അവനത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആൻറ്റി ആകട്ടെ എന്തൊക്കെയോ ആലോചിച്ച് വളരെ സന്തോഷവതിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ആദ്യം സിഫ്രയെ വിളിച്ചുണർത്താനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൾ അനങ്ങുന്നില്ല. അവൾ കണ്ണിങ്ങനെ തുറന്ന് വായും പൊളിച്ച് അങ്ങനെ നിൽക്കുന്നത് കണ്ട് അവനാകെ ടെൻഷൻ ആവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആൻറ്റി വന്നിട്ട് നേരെ വന്ന് ഒരു ചാർജർ എടുത്തിട്ട് അവനെ പിടിച്ചു മാറ്റുകയാണ്. എന്നിട്ട് അവൾക്ക് ചാർജില്ല, അവളുടെ കയ്യിൽ ചാർജ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ചാർജ് ചെയ്തിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവന് ആ കാര്യം മനസ്സിലാവുന്നത്. അപ്പോൾ അവളുടെ നെറ്റിയിലൊരു ലൈറ്റൊക്കെ കത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചാർജ് തീർന്ന് ഓഫായി പോയതാണ് എന്നും ആൻറ്റി പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അവളൊരു റോബോട്ടാണ് എന്നുള്ള കാര്യം അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത്. അവനെ ഇവിടേക്ക് വരുത്തിയത് ആ റോബോട്ടിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യിക്കാനായിരുന്നു. ഇപ്പോൾ റോബോട്ടാണോ മനുഷ്യനാണോ എന്ന് മനസ്സിലാക്കാത്ത വിധമായിരുന്നു സിഫ്രയെ അവർ ഉണ്ടാക്കിയിരുന്നത്. അതാരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടായിരുന്നു നമ്മൾ ആര്യനെ ഇവിടേക്ക് അവർ വിളിച്ചു വരുത്തിയത്. മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യൻ്റെയും റോബോട്ടിൻ്റെയും ഇടയിൽ നടക്കുമെന്നുള്ള കാര്യം അവർ തെളിയിച്ചിരിക്കുകയാണ്. അവർക്കിടയിൽ സെക്സും കൂടെ നടക്കുന്നത് അവരുടെ പരീക്ഷണം പൂർണ്ണമായി വിജയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സിഫ്ര ഒരു റോബോട്ടാണെന്നുള്ള കാര്യം അവനിൽ നിന്നും മറച്ചു വെച്ചതുകൊണ്ട് ആര്യ തീരെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നില്ല. ആ സമയമാണ് അവൻ അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ആര്യന് എന്തെല്ലാമാണ് ഇഷ്ടമെന്നുള്ള കാര്യം ആൻറ്റി ആദ്യമേ തന്നെ സിഫ്രയുടെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുകയും അവൻ ഇഷ്ടപ്പെടുന്ന ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ സമയം വരെ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ആര്യൻ തനിക്ക് ഒരു പെൺകുട്ടിയോട് തോന്നാത്ത എന്തോ അട്രാക്ഷൻ അവളോട് തോന്നി എന്നുള്ള കാര്യമൊക്കെ അവനറിയാമായിരുന്നു. എന്നാൽ അതെല്ലാം ഓൾറെഡി അവളുടെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ള സത്യം അവനിപ്പോഴാണ് അറിയുന്നത്. അവനത് വളരെയധികം വേദനിപ്പിച്ചു. അപ്പോൾ അവൾ എന്നെ ഹഗ് ചെയ്തും കിസ് ചെയ്തും നിങ്ങൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി മറുപടി പറയുന്നത്, സിഫ്രയ്ക്ക് ഒരാളുടെ ഫേസിൽ എക്സ്പ്രഷനിൽ നിന്ന് അയാളുടെ മൈൻഡിൽ എന്താണെന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നീ ടെൻഷൻ ആയിരിക്കുന്ന സമയത്ത് അവൾ നിന്നെ വന്ന് ഹഗ് ചെയ്യുന്നത്. നിനക്ക് കിസ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അവൾ നിന്നെ കിസ് ചെയ്യുന്നത്. ഈ കുറച്ച് ദിവസം നീ ആയിരുന്നു അവളുടെ അഡ്മിൻ. അതുകൊണ്ടാണ് നിൻ്റെ മുഖത്തെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നും നിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. അവളുടെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആര്യൻ
ആകട്ടെ പിന്നീട് അങ്ങോട്ട് അവളെ മനഃപൂർവ്വം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പിന്നീട് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൻറ്റി പറയുകയാണ്, നിനക്ക് ഞാനൊരു കാര്യം തരാമെന്ന്. എന്നിട്ട് സിഫ്രയോട് വിളിക്കുന്നുണ്ട്. സിഫ്രയ്ക്ക് ഒരു ടൊമാറ്റോ എടുത്ത് കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അവൾ വായിലിട്ട് ചവച്ചരിച്ച് വിഴുങ്ങുന്നതാണ് കാണുന്നത്. ആരും ഞെട്ടുന്നുണ്ട്. ആ സമയം ആൻറ്റി പറയുന്നു, ഇത് ശരിക്കും അവൾ കഴിച്ചിട്ടില്ല, ഇത് അവളുടെ ഉള്ളിൽ വായിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്ന് പറയുന്നുണ്ട്. എല്ലായ്പ്പോഴും മനുഷ്യരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് അവർ റോബോട്ടാണെന്ന് മനസ്സിലാക്കാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും ആൻറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ അവൾ വന്നിട്ട് അവളുടെ വയർ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. അതിലൊരു ട്രേ വഴി വന്നിട്ട് ആ ടൊമാറ്റോ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. ഉടനെ നമ്മുടെ ആര്യൻ അതെടുത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. നീ എന്തിനാണ് എൻ്റെ ടൊമാറ്റോ കഴിച്ചതെന്ന് നമ്മുടെ സിഫറ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യുമെങ്കിൽ പോയി കേസ് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ. ഉടനെ അവൾ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ആൻറ്റി അവളെ പിടിച്ച് നിർത്തിയിട്ട് പറയുകയാണ്, അവനൊരു ജോക്ക് പറഞ്ഞാണ്, ഇപ്പം നീ ഇപ്പം കംപ്ലയിൻ്റ് ഒന്നും കൊടുക്കണ്ട എന്നും അവളോട് പറയുകയും ചെയ്യുന്നുണ്ട്. ആൻറ്റിയുടെ കമ്പനിയിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള റോബോട്ടിനെ ഉണ്ടാക്കുന്നത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ്. പിന്നെ വയസ്സായ ജോലിയൊന്നും ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് കൂടെ സഹായമാകും എന്നുള്ള രീതിയിലാണ് ഇത്തരം റോബോട്ടുകളെ അവർ ഉണ്ടാക്കുന്നത്. ഒരു ദിവസം മുഴുവൻ സിഫ്രയെ അവോയ്ഡ് ചെയ്തതിന് വിഷമം തോന്നിയ നമ്മളുടെ ആര്യനാകട്ടെ അവളോട് പോയി സോറി പറയുന്നുണ്ട്. പിറ്റേ ദിവസം അവൻ ആൻറ്റിയോട് പറയുന്നുണ്ട്, ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അവൻ വേറൊരു പെൺകുട്ടിക്കും തോന്നാത്തൊരു ഫീലിങ്സ് ഇപ്പോൾ ഈ സിഫ്രയോട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അവൾ റോബോട്ടാണെന്ന് അറിഞ്ഞിട്ടും ആ ഫീലിങ്സിൽ നിന്ന് എനിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ വഷളാവും, ഞാൻ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് നല്ലതെന്നും അവൻ ആൻറ്റിയോട് പറയുകയാണ്. തിരിച്ച് മുംബൈയിലേക്കാണ് അവൻ പോകുന്നത്. മുംബൈയിലെത്തി അവൻ മോണ്ടയോട് കാര്യങ്ങളെല്ലാം പോയി പറയുന്നുണ്ട്. അപ്പോൾ അവൻ മദ്യപിച്ചിട്ടാണ് ഈ കാര്യമൊക്കെ പറയുന്നതെന്നാണ് നമ്മുടെ മോണ്ട പറയുന്നുണ്ട്. സിഫ്രയെ അവന് മറക്കാൻ പറ്റുന്നില്ലെന്നും വിഷമമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പിറ്റേ ദിവസവും ഇതേ കാര്യം തന്നെ അവൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോണ്ടയ്ക്കും കാര്യം മനസ്സിലാവുന്നത്. അവൻ സീരിയസ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവനോട് പറയുന്നത്. അപ്പം മോണ്ടയ്ക്കും ഇതങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം വെള്ളത്തിൻ്റെ പുറത്താണ് അവൻ പറഞ്ഞിരുന്നതാണ് അവനും വിചാരിച്ചത്. നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മനുഷ്യ ശരീരത്തിൽ ഉള്ളതുപോലൊക്കെ തന്നെയാണ് അതിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ അതേ ബോഡി ടെമ്പറേച്ചറാണ്, മനുഷ്യനെ തേടുന്ന ഫീലിങ്സും ലുക്കും എല്ലാം ഒരുപോലെ തന്നെയാണ് എന്ന് അവനോട് പറയുന്നുണ്ട്. റോബോട്ടാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കില്ല എന്ന് ആരും പറഞ്ഞപ്പോൾ മോണ്ടയ്ക്ക് ആകെ കൺഫ്യൂസ് ആവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ നാട്ടിൽ നിന്ന് അവൻ്റെ അമ്മ വിളിക്കുന്നുണ്ട്. ഒരു പെണ്ണിനെ കണ്ടെത്തിയെന്നും ഉടൻ തന്നെ നാട്ടിലേക്ക് വരാനുമായിരുന്നു അവൻ്റെ അമ്മ പറയുന്നത്. അങ്ങനെ ആരും ഡൽഹിയിലേക്ക് പോവുകയാണ്. അവിടുത്തെ മനസ്സില്ലാ മനസ്സോടെ അവൻ ആ കല്യാണത്തിന് സമ്മതിക്കേണ്ടി വരികയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ആ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം അവിടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവനെ വിഷസ് അറിയിക്കാനായിട്ട് അമേരിക്കയിൽ നിന്നും ആ ആൻറ്റി വിളിക്കുകയാണ്. അപ്പോൾ ആൻറ്റി വീഡിയോ കോളിൽ വിളിക്കുന്ന സമയത്ത് നമ്മുടെ സിഫ്ര ഫോൺ എടുത്തിട്ട് അവനോട് വിഷസൊക്കെ അറിയിക്കുന്നു. ആര്യൻ പോയതുകൊണ്ട് സിഫ്രയെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരാളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ആൻറ്റി പറയുന്നു. എന്നാൽ ആര്യന് അതത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും സിഫ്രയെ അവന് സ്വന്തമാക്കണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ അവൻ ആ കല്യാണത്തിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ വീട്ടിൽ നിന്നും എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് അവൻ ഒളിച്ചോടുന്നു. അവൻ പോയത് അറിഞ്ഞതോടുകൂടി ആ വീട്ടിലെ എല്ലാവരും വളരെയധികം സങ്കടത്തിലാവുകയാണ്. കാരണം ഈ വർഷം അവൻ ആ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ അടുത്തിടയ്ക്കെങ്കിലും കല്യാണം നടക്കില്ല എന്ന് അവൻ്റെ അമ്മ അത് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജോത്സ്യൻ അങ്ങനെയാണ് പറഞ്ഞതെന്നൊക്കെ അവർ അമ്മ പറയുന്നുണ്ട്. എന്നാൽ ആര്യൻ്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു. അവൻ ആൻറ്റിയോട് പറയുന്നുണ്ട്, സിഫ്രയെ ടെസ്റ്റ് ചെയ്യാനായിട്ട് വേറെ ആരെയും കണ്ടെത്തേണ്ട, താൻ തന്നെ അത് നടത്തിക്കൊള്ളാമെന്നും അവൻ പറയുന്നുണ്ട്. ഇന്ത്യയിൽ ഇറക്കാനായിട്ടാണ് സിഫ്രയെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫാമിലിയിലേക്ക് എത്രയധികം മികച്ചതായിരിക്കുമെന്ന് കണ്ടുപിടിക്കാനായിട്ട് അവളെ ഇന്ത്യയിലേക്ക് വിടാനായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് അവൾ പെരുമാറുന്നതെന്നൊക്കെ ടെസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് അവളെ തന്നെ ഇന്ത്യയിലേക്ക് അയക്കാനായിട്ട് ആര്യൻ ആൻറ്റിയോട് പറയുന്നുണ്ട്. അതൊരു നല്ല ഐഡിയ ആണെന്ന് ആൻറ്റിക്ക് തോന്നിയതുകൊണ്ട് തന്നെ അവരതിന് സമ്മതിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ആൻറ്റി സിഫ്രയെ മുംബൈയിലേക്ക് അയക്കുന്നു. അങ്ങനെ അവളെ പാക്ക് ചെയ്താണ് അവരയക്കുന്നത്. ആ പെട്ടി അവൻ്റെ അടുത്തെത്തിയ ഉടൻ തന്നെ അവൻ ഓൺ ചെയ്യാണ്. കഴുത്തിനടിയിലൊരു സ്വിച്ച് ഉണ്ട്, അത് വെച്ച് ഓൺ ചെയ്യുന്നു. ഓണായ ഉടൻ തന്നെ സിഫ്ര പഴയതുപോലെ തന്നെ അവനോട് പെരുമാറുന്നുണ്ട്. ഫീലിങ്സൊക്കെ സത്യമാണെന്നും അതുകൊണ്ട് തന്നെ അവളെ കല്യാണം കഴിക്കാനുള്ള അവൻ്റെ പ്ലാൻ, അവൻ്റെ ലാപ്ടോപ്പ് സൂക്ഷിച്ചു വെച്ച എല്ലാ രഹസ്യങ്ങളും അവൻ സിഫ്രയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. എന്നെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിനക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു ലക്കി പെൺകുട്ടിയാണ് നീ എന്ന് ആര്യൻ അവളോട് പറയുന്നുണ്ട്. ഇതിലൊന്നുമില്ലാത്ത ഒരു കാര്യം കൂടെ എനിക്കറിയാമെന്ന് സിഫ്ര പറയുകയാണ്. നീ രാത്രി മുഴുവനും കൂർക്കം വലിക്കുന്നുണ്ടെന്ന് അവൾ അവനോട് പറയുന്നുണ്ട്. ആകെ അപ്സെറ്റായിട്ട് അവനെ ഇങ്ങനെ കാണുകയാണ്. ഇപ്പോൾ അപ്സെറ്റായിട്ടൊന്നും നീ ഇങ്ങനെ അപ്സെറ്റ് ആവുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നും സിഫ്ര അവനോട് ചോദിക്കുകയാണ്. അപ്പോൾ ആരും പറയുന്നുണ്ട്, ഞാൻ എപ്പോഴൊക്കെ അപ്സെറ്റ് ആവുന്നുണ്ടോ അപ്പോഴൊക്കെ നീ എന്നെ ഒന്ന് ഹഗ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഉടൻ തന്നെ അവൾ ഹഗ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആര്യനാകട്ടെ അമ്മയെ വിളിച്ച് സിഫ്രയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെന്ന് അവരോട് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. സിഫ്രയാകട്ടെ അമ്മയുടെ പേര് വിളിച്ചിട്ടാണ് അവരോട് സംസാരിക്കുന്നത്. ഉടൻ തന്നെ ആര്യം പറയുന്നുണ്ട്,
അത് അവൾ അമേരിക്കയിൽ ജനിച്ച് വളർന്ന ഒരു കുട്ടിയൊക്കെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. ഇത് വലിയ പ്രശ്നമൊന്നുമല്ല, പതിയെ പതിയെ നമ്മുടെ രീതികളെല്ലാം അവൾ മനസ്സിലാക്കുന്നുവെന്ന് അമ്മയോട് പറയുന്നുണ്ട്. ഇത്രയും സുന്ദരിയായ പെൺകുട്ടിയെ അവൻ കണ്ടെത്തിയതിൽ അവൻ്റെ അമ്മയ്ക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് തൻ്റെ നാട്ടിലേക്ക് സിഫ്രയെ കൊണ്ടുപോകാനായിരുന്നു ആര്യൻ്റെ പ്ലാൻ. പോകുന്നതിന് മുമ്പ് സിഫ്രയെ മോണ്ടിക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. അവൾ റോബോട്ടാണെന്നുള്ളത് മോണ്ടിക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. നാട്ടിലെത്തിയപ്പോൾ അവൾക്ക് ആര്യൻ ഇന്ത്യൻ ഡ്രസ്സെല്ലാം വാങ്ങി അതേ രീതിയിൽ ധരിപ്പിച്ചൊക്കെയാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഓരോരുത്തരോടും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും തന്നേക്കാൾ വയസ്സിന് മൂത്ത എല്ലാവരുടെയും കാല് തൊട്ട് അനുഗ്രഹം വാങ്ങണമെന്നൊക്കെ ആര്യൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അവളെ കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അത്ര സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു നമ്മുടെ സിഫ്ര എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ ഫാമിലിയെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവളൊരു അനാഥയാണെന്നും കല്യാണത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ അവനിങ്ങനെ പറഞ്ഞ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ സമാധാനമായി ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കല്യാണം നടത്താമെന്ന് അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ആൻറ്റിയാകട്ടെ തൊട്ടടുത്ത ദിവസം മുതൽ അവളുടെ മാരേജ് ഫംഗ്ഷന് അവിടെ അരങ്ങേറാനായിട്ട് പോവുകയാണ്. എല്ലാ റിലേറ്റീവ്സും അങ്ങനെ ഓരോരോ വഴിക്കായിട്ട് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിഫ്രയാണെങ്കിൽ സാരിയിൽ അതീവ സുന്ദരിയായിട്ട് അവളുടെ സൗന്ദര്യം കണ്ട് അവളുടെ ഒരു ആൻറ്റി പറയുന്നുണ്ട്, ഈ സൗന്ദര്യം ഡൽഹിയിൽ മൊത്തം തീ പിടിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ സിഫ്ര ചോദിക്കുകയാണ്, ഞാൻ എന്താ ഡൽഹി മൊത്തം തീ പിടിപ്പിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആരും പെട്ടെന്ന് വന്നിട്ട് പറയുകയാണ്, അതൊരു ജോക്കാണ്, അങ്ങനെയൊന്നും തീ പിടിക്കണമെന്നല്ല ആൻറ്റി പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അറിയാമായിരുന്നു അവളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവൾ ഉടൻ തന്നെ അത് ചെയ്യും എന്നുള്ള കാര്യം. പാർട്ടിയിലെ എല്ലാവർക്കും അവളെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ കുടുംബത്തിലെ മറ്റൊരു ആൻറ്റി വന്നിട്ട്, കൊള്ളാം, പക്ഷേ ഈ ഫാമിലിയെക്കുറിച്ചൊന്നും അറിയത്തില്ല, ഇവളെ ഏതാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവളെ കുറച്ച് അപമാനിച്ച് സംസാരിക്കുന്ന രീതിയിലേക്ക് സംസാരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അവളുടെ സ്വന്തം ഒരു ആൻറ്റി ഉണ്ടല്ലോ, അവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, അവർക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട എന്ന് നമ്മുടെ സിഫ്രയോട് പറയുകയാണ്. അപ്പോൾ അവളുടെ അങ്കിള് പറയുന്നുണ്ട്, അവരിനി വന്നാൽ അവളെ ചെവുക്കല്ലടിച്ചങ്ങ് പൊട്ടിച്ചേക്ക്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇപ്പം മറ്റേ അവർ പറയുകയാണ്, അങ്ങനെയൊന്നും ചെയ്യേണ്ട, തൽക്കാലം വിട്ടേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. സിഫ്രയോട് പറയുന്ന കാര്യമൊക്കെ അവൾ പെട്ടെന്ന് പറഞ്ഞാൽ അത് ചെയ്യുമല്ലോ. അങ്ങനെ ഒരു ഡാൻസ് പാർട്ടിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യനെ അവൾ ഓരോ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഇന്ന് മോണ്ടിയുടെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ അവൻ മോണ്ടിയെ വിളിക്കാനായിട്ട് ആര്യൻ അവിടേക്ക് പോവുകയാണ്. ആ സമയം അവിടെയുള്ളവരാകട്ടെ അവളോട് ഫുഡ് കഴിക്കാനായിട്ട് പറഞ്ഞ് ഓരോരോ ഫുഡ് എടുത്തിട്ട് പ്ലേറ്റിൽ നിന്ന് എടുത്തിട്ട് അവൾക്ക് വായിൽ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവളത് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അവൾ ബോധം കെട്ട് വീഴുകയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ചാർജ് തീർന്നാണ് അവൾ വീഴുന്നത്. ആർക്കും ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. എല്ലാവരും വിചാരിച്ചു അവർ കൊടുത്ത ഫുഡിൻ്റെ എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ വന്നിട്ട് പെട്ടെന്ന് പരിശോധിക്കുകയാണ്. ഡോക്ടർ നോക്കുമ്പോൾ അവൾക്ക് പൾസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇവൾ മരിച്ചുപോയി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇത് കണ്ടിട്ട് ആര്യൻ അവിടെ ഓടി വരികയാണ്. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആര്യൻ അവളെ എടുത്തിട്ട് റൂമിലേക്ക് പോവുകയാണ്. റൂമിൽ എല്ലാവരും കിടന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞപ്പോൾ ആര്യൻ വന്ന് റൂം തുറക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് അവൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്ന്. പക്ഷേ അപ്പോഴും ഡോക്ടർ വെളിയിൽ നിന്നിട്ട് അവൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് രാത്രി ആര്യനാകട്ടെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു. തിരിച്ച് റൂമിലെത്തിയ ആര്യൻ സിഫ്രയോട് ഡാൻസ് കളിക്കാനൊക്കെ പറയുകയാണ്. അവരെവിടെ ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ആ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൾ പറയുന്നുണ്ട്, എനിക്ക് ഗൂഗിളിൽ നിന്നും ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ ഡൗൺലോഡ് ചെയ്യട്ടെ എന്ന് ആ മദ്യലഹരിയിൽ അവനോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ മദ്യലഹരിയിൽ അവനൊന്നും ആലോചിക്കാതെ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവളത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് തുടങ്ങിയാണ് അവൻ്റെ അനുവാദം കിട്ടിയതോടുകൂടി. പിറ്റേന്ന് അവൻ എഴുന്നേൽക്കുന്ന സമയത്ത് അവൾ വളരെ അധികം ഡിഫറൻ്റായിട്ട് പെരുമാറുന്നു. ആര്യനോട് നീ ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവനെ ഓർമ്മയില്ലെന്ന് മനസ്സിലാക്കിയ അവൻ പെട്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അവിടെ ശരീരത്തിൽ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈറസൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. പറഞ്ഞ കാര്യങ്ങൾ അവൾ പിന്നെയും പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ആര്യനാകട്ടെ ഇത് കണ്ട് വളരെയധികം ടെൻഷൻ ആവുകയാണ്. കാരണം മറ്റുള്ള ആളുകളെയൊക്കെ ഇവൾ മറന്നു പോയിട്ടുണ്ടല്ലോ, ഇവൾ എങ്ങനെയാണ് അവിടെ ഹാൻഡിൽ ചെയ്യുന്നത് അറിയത്തില്ല. അവൻ പെട്ടെന്ന് സിഫ്രയും കൊണ്ട് പോയിട്ട് അവിടെ മെമ്മറി എല്ലാം റീഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് തുടങ്ങിയാണ്. അങ്ങനെ ആര്യൻ നോക്കുന്ന സമയത്ത് ആൻറ്റിയുടെ ഹെൽപ്പ് പിടിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആൻറ്റിയുടെ ഹെൽപ്പോട് കൂടി തന്നെ അവളുടെ മെമ്മറി എല്ലാം ആര്യൻ പിന്നെ റീഇൻസ്റ്റാൾ ചെയ്യുകയാണ്. വീണ്ടും അവൾക്ക് ആ ഓർമ്മയൊക്കെ പഴയതുപോലെ തന്നെ വരികയാണ്. അങ്ങനെ ആളുകളെ തിരിച്ചറിയാനും തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾ സ്വയം ചാർജ് ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. ആ സമയത്താണ് ഇന്നലെ ആ പാർക്കിൽ വെച്ചിട്ട് ഒരു ആൻറ്റി മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവരുടെ മകൻ അവിടേക്ക് വരുന്നുണ്ട്. അവൻ ഇതൊക്കെ ജനലിലൂടെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്താണിതെല്ലാം എന്ന് അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അവളപ്പോൾ പറയുന്നുണ്ട്,
താനൊരു റോബോട്ടാണെന്നും ചാർജ് ഇല്ലാത്തതുകൊണ്ട് താനിപ്പോൾ ചാർജ് ചെയ്യുകയാണെന്നും അവനോട് പറയുന്നുണ്ട്. ആദ്യം അതൊന്നും അവൻ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് അവളുടെ അടുത്ത് പോയിട്ട് ചാർജ് ചെക്ക് ചെയ്തപ്പോഴാണ് അവനത് വിശ്വാസമായത്. അവളെയും കൂട്ടി പുറത്തേക്ക് അവൻ പോകുന്നുണ്ട്. ആ പയ്യനാകട്ടെ അവളുടെ സൗന്ദര്യത്തിൽ വല്ലാതെ ആകർഷകമായിട്ടുണ്ടായിരുന്നു. ആ അവസരം മുതലെടുക്കാനായിട്ട് അവൻ നോക്കിയാണ്. അവളെ കിസ് ചെയ്യാനായിട്ട് അവൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് ആര്യനിത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവൻ വന്നിട്ട് ഇവനെ തല്ലുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എല്ലാവരോടും പോയിട്ട് ഞാൻ ഈ കാര്യം പറയുന്നു ഭീഷണിപ്പെടുത്തുകയാണ്. ഉടൻ അവൻ സിഫ്രയോട് പറയുന്നുണ്ട് ഇവനെ ടെറസിന് മുകളിൽ നിന്നും എടുത്ത് താഴെ തലകീഴായിട്ട് നിർത്താൻ പറയുന്നുണ്ട്. കേട്ട ഉടൻ തന്നെ അവളത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ പയ്യനെ ഇപ്പം കിടന്ന് ബഹളം വെക്കുകയാണ്. അപ്പോൾ ഇതാരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഇവിടുന്ന് താഴേക്ക് ഇടുമെന്നൊക്കെ അവളോട് പറയുകയാണ്. അപ്പോൾ ആരും എന്ത് കമാൻഡ് കൊടുത്താലും അത് അപ്പം തന്നെ അവൾ ചെയ്യും. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇവനെ വെറുതെ വിടാനായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇനി ഇത് ചാർജ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡോറും എല്ലാം ലോക്ക് ചെയ്തിട്ട് വേണം ചാർജ് ചെയ്യാനെന്ന് പറയുന്നത്. ഇവൻ ടെൻഷൻ ആവുന്ന സമയം കണ്ടതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് വന്ന് അവനെ ഹഗ് ചെയ്യും. ഇവരുടെ കല്യാണം അടുത്ത് വരുന്നതുകൊണ്ട് തന്നെ ഇവനെ റോബോട്ടിനെ ഉണ്ടാക്കിയ ആൻറ്റി ഉണ്ടല്ലോ, ഇവർ ഈ കാര്യങ്ങളൊക്കെ അറിയുകയാണ്. അങ്ങനെ അവനോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇവളില്ലാതെ പറ്റില്ല എന്ന് അവൻ പറയുന്നുണ്ട്. ഞാൻ നേരിട്ട് വന്ന് നിന്നോട് സംസാരിക്കാമെന്നും ആൻറ്റി പറയുന്നുണ്ട്. അങ്ങനെ അവിടെ കല്യാണത്തിൻ്റെ ഫംഗ്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു ആൻറ്റി വന്നിട്ട് നമ്മുടെ സിഫ്രയോട് പറയുകയാണ്, വെറുതെ പറയുകയാണ്, നീ പോയിട്ട് ആ സെക്സി സോങ്ങിൽ ഒരു ഡാൻസ് കളിക്കാനൊക്കെ പറയുന്നുണ്ട്. അവൾ ഓക്കെ എന്ന് പറഞ്ഞ് ഡാൻസ് കളിക്കാൻ പോകുമ്പം ആര്യൻ്റെ അമ്മ എന്ന് പറയുന്നുണ്ട്, നീ ഇപ്പം ഡാൻസ് ഒന്നും കളിക്കണ്ട, അവിടെ അടങ്ങിയിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആര്യൻ്റെ മുത്തച്ഛന് പെട്ടെന്ന് വല്ലാതെ വരുന്നത്. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് അവർ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ആര്യനാണെങ്കിൽ പെട്ടെന്ന് മുത്തച്ഛനെ വണ്ടി കയറ്റിയിട്ട് സിഫ്രയോട് വണ്ടി എടുക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പറയുന്നുണ്ട്. അവൾ അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് അവർ കാര്യം മനസ്സിലാക്കുന്നത് അത് ഒരു ആനിമലിൻ്റെ ഹോസ്പിറ്റൽ, വെറ്റിനറി ഹോസ്പിറ്റലാണ് എന്നുള്ള കാര്യം. പക്ഷേ അവളോട് കമാൻഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കാരണം അവൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ മാത്രമേ കൊണ്ടുള്ളൂ. ഏത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവൾക്ക് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഹീറോ ടെൻഷൻ ആവുന്നതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് വന്ന് ഹഗ് ചെയ്യണം. അപ്പോൾ സന്ദർഭം മനസ്സിലാക്കാതെ അവൾ വന്നങ്ങനെ ഹഗ് ചെയ്തുകൊണ്ട് അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവളെ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുത്തച്ഛനൊക്കെ ഓക്കെ ആയിട്ട് പിറ്റേ ദിവസം മുത്തച്ഛനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ്. മുത്തച്ഛൻ വീട്ടിലെത്തിയിട്ടുള്ള കാര്യം മോണ്ടി വന്നിട്ട് അവളോട് പറയുകയാണ്. എന്നാൽ അവൾ പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷനും ഇടുന്നില്ല. സിഫ്ര ആണെങ്കിൽ നോർമലായിട്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഇത് കണ്ടിട്ട് മോണ്ടി നേരെ പോയിട്ട് അവനോട് സംസാരിക്കുകയാണ്, ആര്യനോട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ശരിക്കും വളരെ ആലോചിച്ചിട്ട് തന്നെയാണോ ഈ തീരുമാനങ്ങളൊക്കെ എടുത്തത്, ഈ വിവാഹം കഴിക്കാനുള്ള കാര്യമൊക്കെ ആലോചിച്ചത്? കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്കുണ്ടാക്കുന്ന ഒരു ഫീലിങ്സും അവൾക്കില്ല. ഇന്ന് ഞാനത് കണ്ട് ഞെട്ടിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവൻ പറയുന്നൊന്നും അവനൊരു പ്രശ്നമായിരുന്നില്ല. അവളെല്ലാം പതിയെ മനസ്സിലാക്കി എടുത്തോളൂ എന്ന് ആരും പറയുന്നുണ്ട്. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു വയ്ക്കും തോറും മുത്തച്ഛനെ നന്നായിട്ട് അവൾ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. സിഫ്ര വളരെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവാഹത്തിൻ്റെ ഓരോ ചടങ്ങുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം വിവാഹ ദിവസം എത്തി. അങ്ങനെ സിഫ്ര അവളുടെ റൂമിലിരുന്ന് സ്വയമായിട്ട് ചാർജ് കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ലൈറ്റുകളൊക്കെ കത്തി അണയുന്നുണ്ട്. അങ്ങനെ തന്നെ ഒരു ഷോർട്ട് സർക്യൂട്ട് അവിടെ രൂപപ്പെടുന്നുണ്ട്. ഇപ്പോൾ സിഫ്രയുടെ സിസ്റ്റത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ആകട്ടെ ആര്യൻ്റെ ആൻറ്റി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആര്യനുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ നീ കാണിക്കുന്നതൊക്കെ ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റോബോട്ട് മാത്രമാണ് സിഫ്ര എന്ന് പറയുന്നുണ്ട്. നീ അതിനെ ഇത്ര സീരിയസ് ആക്കി പ്രണയിച്ച് കല്യാണം കഴിക്കാനൊന്നും പാടില്ല എന്നൊക്കെ അവനോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നോക്കുന്നുണ്ട്. സിഫ്രയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം, നിങ്ങൾക്ക് സിഫ്രയെ പോലെ ഒരുപാട് റോബോട്ടിനെ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ എനിക്കിനി അവളില്ലാതെ പറ്റില്ല എന്ന് ആരും പറയുകയാണ്. അവളെ ദയവ് ചെയ്ത് എന്നിൽ നിന്ന് പറിച്ചെടുത്ത് കൊണ്ടുപോകരുതെന്നൊക്കെ ആര്യൻ ആൻറ്റിയോട് പറയുന്നുണ്ട്. അങ്ങനെ അവൻ്റെ അവസ്ഥ കണ്ട് ആൻറ്റി അതിന് സമ്മതിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഈ ഷോർട്ട് സർക്യൂട്ട് കാരണം കുറേ മാൽഫങ്ഷൻസൊക്കെ തകരാറിയാൽ സിഫ്രയാകട്ടെ പുറത്തിറങ്ങി വളരെ വിചിത്രമായ രീതിയിലൊക്കെയാണ് പെരുമാറുന്നത്. അവളാണെങ്കിൽ കൈയും തലയൊക്കെ പെട്ടെന്ന് വെട്ടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളുടെ സംസാരം ഇടയ്ക്കിടയ്ക്ക് സ്ലോ ആയി മാറുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ മദർ ബോർഡ് കംപ്ലൈൻ്റ് ആണെന്നുള്ള കാര്യമൊക്കെ സിഫ്ര ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് മുന്നിൽ വന്നൊരു പെൺകുട്ടിയാകട്ടെ പേടിച്ച് അവിടെ നിന്ന് ഓടുകയാണ്. അവൾ ആര്യനോട് പോയിട്ട് കാര്യമൊക്കെ പറയുകയാണ്. അപ്പോൾ സിഫ്രയുടെ മെമ്മറി ആയിട്ട് ഒരു അതായത് പണ്ട് പറഞ്ഞ കാര്യങ്ങൾ കമാൻഡെല്ലാം റിപ്പീറ്റഡായിട്ട് ക്യൂവിൽ കിടക്കുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ കമാൻഡുകളൊക്കെ അവൾ ചെയ്യാനായിട്ട് ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമേ കിടന്ന കാര്യങ്ങൾ ഓരോന്ന് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഇത് വളരെ ഡേഞ്ചറാണെന്ന് പറയുന്നുണ്ട്. ഇപ്പം അവരെല്ലാം അന്വേഷണം അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിഫ്ര തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. എന്നിട്ട് അവളുടെ മുന്നേ ആ ഒരു ആൻറ്റി ഉണ്ടായിരുന്നല്ലോ ഇടയ്ക്ക് വെച്ച് അടിക്കാൻ പറഞ്ഞത്, നേരെ അവരെ പോയിട്ട് ആ ഫംഗ്ഷൻ നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ആ ആൻറ്റിയെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരെത്ര ശ്രമിച്ചിട്ടും സിഫ്രയെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ക്യൂവിലാണ് ഇപ്പോൾ ഉള്ളതെന്നും ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തിട്ടേ അവസാനം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും അവൾ ആ ആൻറ്റിയോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ വെച്ചിട്ടൊരു സെക്സി ഡാൻസൊക്കെ അവളവിടെ വെച്ച് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട്.
ഇതെല്ലാം കണ്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അവളെ തടുക്കാൻ ശ്രമിച്ച ആര്യനെ അവൾ ഉപദ്രവിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ആര്യം വന്നിട്ട് അവളോട് നേരത്തെ വളരെ മോശമായി പെരുമാറിയ ആ ചെക്കനുണ്ടല്ലോ, ആ ചെക്കനാണെങ്കിൽ അവൻ പെട്ടെന്ന് പിടിച്ചിട്ട് തലകീഴായിട്ട് മോളിൽ നിന്ന് ആര്യനെടുത്ത് ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ തന്നെ ഇടുകയാണ്. എല്ലാവരും ഇടരുതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഭാഗ്യത്തിന് അവന് പെട്ടെന്നൊന്നും സംഭവിക്കുന്നില്ല. കാരണം ഒരു സോഫയുടെ മുകളിലേക്കാണ് ആ പയ്യൻ വന്ന് വീഴുന്നത്. അതുകൊണ്ട് തന്നെ അവന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അടുത്തതായിട്ട് ഡൽഹിക്ക് തീ പിടിപ്പിക്കുമോ എന്ന് ഇടയ്ക്ക് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവൾ അവിടെ വെച്ചിട്ട് എല്ലാത്തിലും തീ ഇടാനായിട്ട് നോക്കിയാണ്. ഇത് വളരെയധികം ഡേഞ്ചറാണെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആര്യൻ വന്നിട്ട് അവളെ കൺട്രോൾ ചെയ്യാൻ നോക്കിയാണ്. അവനുമായിട്ട് അവൾ ഫൈറ്റ് ചെയ്യാൻ നോക്കിയാണ്. പെട്ടെന്ന് അവളുടെ തലക്ക് തീഴുണ്ടായിരുന്ന സ്വിച്ച് ഉണ്ടല്ലോ, അത് അവൻ അടിച്ച് ഓഫ് ചെയ്യുകയാണ് പെട്ടെന്ന്. അങ്ങനെ അവൾ ഓഫായി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ആൻറ്റി ഇല്ലേ ഓർമ്മ, അവളാണെങ്കിൽ ഇവരെല്ലാം കംപ്ലീറ്റ് ഫോർമാറ്റ് ചെയ്തിട്ട് മെമ്മറിയൊക്കെ റീഇൻസ്റ്റാൾ ചെയ്തിട്ട് റോബോട്ട് 2.0 സിഫ്ര 2.0 എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരെണ്ണത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ആര്യനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആര്യൻ്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു റോബോട്ടിനെ പാർട്ണറാക്കുന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന്, അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരാളാണല്ലോ നമ്മുടെ ആര്യൻ. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ഫീലിങ്സ് എല്ലാം പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഒരു പെർഫെക്റ്റ് റോബോട്ടിനേക്കാളും എത്രയോ നല്ലത് റിയലായിട്ട് ഫീലിങ്സ് പ്രകടിപ്പിക്കാൻ കഴിവുള്ള ഒരു ഇംപെർഫെക്റ്റായ ഹ്യൂമൻ തന്നെയാണ് എന്ന് അങ്ങനെയുള്ള കാര്യമൊക്കെ അവളോട് പറയുന്നുണ്ട്. അപ്പോൾ അവൾ അവനോട് ചോദിക്കുകയാണ്, ഒരു കോഫി ഡേറ്റിന് എൻ്റെ കൂടെ വരുന്നു എന്ന് അവനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ സിഫ്ര ഇവനെ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ടോ, അവൾക്ക് എന്തോ ഒരു ഫീലിങ്സൊക്കെ അവിടെ ഉള്ളിലുണ്ട്. ഇത് നമ്മുടെ മോണ്ടി കാണുന്നുണ്ടായിരുന്നു. അവൻ വന്നിട്ട് നമ്മളുടെ ആര്യനോട് പറയുന്നുണ്ട്, നിന്നെ അവൾ ഇതുപോലെ തുറച്ചു നോക്കുന്നുണ്ട്, അവൾ വളരെ ജലസായിട്ട് ഫീൽ ചെയ്യുന്നതെന്നൊക്കെ മോണ്ടി വന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് ആര്യൻ അവനോട് പറയുകയാണ്, അതെല്ലാം നേരത്തെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് കേട്ടപ്പോൾ മോണ്ടി പറയുന്നു, അവളെ കംപ്ലീറ്റ് ആയിട്ട് ഫോർമാറ്റ് ചെയ്തിട്ട് പുതിയ വേർഷനാണ് ഇപ്പോൾ അതിലുള്ളത്. അപ്പോൾ അവളുടെ അഡ്മിൻ പോലും അല്ല നീ, പിന്നെ എങ്ങനെയാണ് അവൾക്ക് ആ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നതെന്ന് കേട്ടപ്പോഴാണ് നമ്മുടെ ആര്യനും ആ കാര്യം ഓർമ്മ വരുന്നത്. അപ്പോൾ അവനും ആകെ കൺഫ്യൂസായിട്ട് അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കഥ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്, ഒരു കണ്ടിന്യൂഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിച്ചേക്കുക.